പ്രിയങ്കരരെ നമസ്കാരം. രാമായണത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വായിക്കുന്നത് സീതാന്വേഷണവും ജടായു സംഗമവും തുടങ്ങിയ ഭാഗങ്ങളാണ്. രാവണൻ ലക്ഷ്മണനും രാമനും അവിടെ ഇല്ലാത്ത സന്ദർഭം നോക്കി ആശ്രമത്തിൽ വന്ന് സീതയോട് സന്യാസവേഷം പൂണ്ട് സീതയോട് ഭിക്ഷ യാചിക്കുന്നു. സീത പറയുന്നു, എൻ്റെ ഭർത്താവിൻ്റെ അനുജനും ഇവിടെ ഇല്ല, അവരിപ്പോൾ വരും, അങ്ങ് ഇവിടെ ഇരുന്നാലും എന്ന് പറയുമ്പോൾ, ഇല്ല, ഉള്ളത് തന്നാൽ മതി എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ വരച്ചിരിക്കുന്ന വര ഭേദിച്ച് സീത ഭിക്ഷ കൊടുക്കുന്നു. ഭുജസ്പർശം മാത്രമേ ഉണ്ടായുള്ളൂ എങ്കിലും രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നതായിട്ടാണ് കഥ. തിരിച്ചു വന്ന് നോക്കുന്നു, സീതയെ കാണാനില്ല. ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, യോഷമാരുടെ വാക്ക് സത്യമെന്ന് ഓർക്കുന്നവൻ ഭോഷൻ എന്നറിഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ചോദിച്ചിട്ട് സീതയെ അന്വേഷിച്ച് കിടക്കുന്ന ഭാഗമാണ് തുടർന്ന് വായിക്കുന്നത്. രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമീതുക്കുന്ന വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവീഷദ്ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്നതേ വരൂ. രക്ഷോനായകൻ കൊണ്ടുപോയതുമായാ സീത ലക്ഷ്മീദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു? അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ. മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ രക്ഷോനായകനുടെ രാജ്യത്തിൽ. എന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടി രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ച് കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോദ്ഭവനിദ്ധം പ്രാർത്ഥിക്ക നിമിത്തമായി അർക്കവംശത്തിങ്കൽ ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർത്യപ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പൂ ഞാൻ പ്രാകൃത പുരുഷനെപ്പോലെയെന്ന് അകതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ടു പോന്നു? ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസരവളയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ട ജാതികൾക്ക് എന്തൊന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി. ഹഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം
ആഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ട് മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യന്തം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കൻ എന്നോടരുൾ ചെയ്താൾ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പല ഒരു ചൊന്നേൻ. എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൾ എന്നോട് പലതരം. ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ട് ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ. യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷൻ എത്രയുമെന്ന് നീ അറിയുന്നതില്ലേ. രക്ഷസാംബരിഷകൾ കൊണ്ട് പോയിക്കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്ന് എങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലപിച്ചാൻ. നിഷ്കളനാത്മാരാമൻ നിർഗുണനാത്മാനന്ദൻ. ഹാ ഹാ വല്ലഭേ സീതേ. ഹാ ഹാ മൈഥിലീനാഥേ. ഹാ ഹാ ജാനകീ ദേവി. ഹാ ഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ. നീ വെളിച്ചത്തു വന്നീടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു. വനജേക്ഷണയായ സീതയെ സത്യം ചൊല്ലിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു. പക്ഷ്മളാക്ഷിയ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു. യുദ്ധമോരോന്നേ പറഞ്ഞ് എത്രയും ദുഃഖം പൂണ്ട് സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണൻ ഏകൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡനാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. മായാമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്ക് സുഖദുഃഖഭേദങ്ങൾ ഒന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായ്കയാൽ. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ
ശസ്ത്രച്ചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയും അടുത്തു കാണായതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാര, നീ തന്നൊങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമൻ ഏവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുധാനൻ ഈ കിടക്കുന്നതത്ര നീ കണ്ടീലയോ. കൊല്ലുവൻ ഇവനെ ഞാൻ വൈകാതെ, ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനും ചൊന്നാൻ, വധ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമിത്രയും തവ താതന് വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുട പത്നി തന്നെ കട്ടുകൊണ്ട് ആകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ. ഞാനും അപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവടിയെ കണ്ടൊഴിഞ്ഞു മരിക്കായി എന്ന് ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണം എന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജടായുതൻ വാക്കുകൾ കേട്ടു നാഥൻ ചിത്തകാരുണ്യം പൂണ്ട് ചെന്നടുത്തിരുന്നു. തൻ തൃക്കൈകൾ കൊണ്ട് തലോടിയിടിനാനവനുടൽ. ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭാവൃത്താന്തം, നീയെല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും. രക്ഷോനായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണദിശി കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ. നല്ലതു വരുവതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടു കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നത് ഭവൽ കൃപാപാത്രമാകയാലഹം. പുണ്യപുരുഷ പുരുഷോത്തമ ദയാനിധേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരാനന്ദാത്മാ പരമാത്മാ മായാ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം. അന്ത്യകാലത്തിങ്കൽ ഈ വണ്ണം കാണായ മൂലം ബന്ധവുമറ്റു മുക്തനായേൻ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയൊരടിയനെ ബന്ധൂകസുമസമം അത്രക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നിടാമല്ലോ.
ഇന്ദിരാപതി അതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം, പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു. ഭക്തവാത്സല്യ പരവശാൽ അർണോജനേത്രൻ പിതൃമിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെയെടുത്ത് ഉത്സംഗസീമ്യ ചേർത്തിട്ടുത്തരകാര്യാർത്ഥമായി സോദരനോടു ചൊന്നാൻ, കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണനതു കേട്ടു ചിതയും തീർത്തിയിടിനാൻ. തൽക്ഷണം കുളിച്ച് സംസ്കാരവും ചെയ്ത് പിന്നെ സ്നാനവും കഴിച്ചുദകക്രിയാദിയും ചെയ്ത് കാനനേ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ച് ജലാദികളും നൽകിയിടിനാൻ. നല്ലൊരു ഗതിയുണ്ടാവാൻ, നല്ലൊരു ഗതി അവനുണ്ടാവാൻ പിത്രാർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ച് സുഖിച്ചാലും പക്ഷീന്ദ്രൻ അതു കണ്ട് തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യാഭാസ്വരം ഭാനുസന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും ശംഖാരിഗതാപത്മമകുട പീതാംബരാദ്യങ്കിതരൂപം പൂണ്ട് വിഷ്ണു പാർഷദന്മാരായി പൂജിതനായി സ്തുതിക്കപ്പെട്ട മുനികളാൽ തേജസാ സകല ദിഗ്വ്യാപ്തനായി കാണായി വന്നു. സന്നതഗാത്രത്തോടും ഉയരക്കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. അഗണ്യഗുണമാദ്യമവ്യയമപ്രമേയം അഖില ജഗൽ സൃഷ്ടിസ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. മഹിതകടാക്ഷവിക്ഷേപിതാമരശുചം രഹിതാവധി സുഖമന്ദിരാമനോഹരം ശ്യാമളം ജടാമകുടോജ്വലം ചാപശരകോമളകരാംബുജം പ്രണതോസ്മ്യഹം രാമം. ഭുവനകമനീയരൂപമീഢിതം ശതരവിഭാസുരമഭീഷ്ടപ്രദം ശരണദം സുരപാദപമൂലരചിതനിലയനം സുരസഞ്ജയസേവ്യം പ്രണതോസ്മ്യഹം രാമം. ഭവകാനനദവദഹനനാമധേയം ഭവപങ്കജഭവമുഖദൈവതം ദേവം ധനുജപതികോടിസഹസ്രവിനാശനം മനുജാകാരം ഹരിം പ്രണതോസ്മ്യഹം രാമം. ഭവഭാവനാഹരം ഭഗവൽ സ്വരൂപിണം ഭവഭീവിരഹിതം മുനിസേവിതം പരം ഭവസാഗരതരണാംഘ്രിപോതകം നിത്യം ഭവനാശയാനിശം പ്രണതോസ്മ്യഹം രാമം. ഗിരീശഗിരിസുതാഹൃദയാംബുജവാസം ഗിരിനായകധരം ഗിരിപക്ഷാരിസേവ്യം സുരസഞ്ജയധനുജേന്ദ്രസേവിതപാദം സുരപമണിനിഭം
പ്രണതോസ്മ്യഹം രാമം പരതാരാർത്ഥ പരിവർജിതമനീഷിണാം പരപൂരുഷഗുണഭൂരി സന്തുഷ്ടാത്മനാം പരലോകൈകഹിതനിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം സ്മിതസുന്ദരവികസിതവക്ത്രാംബോരുഹം സ്മൃതിഗോചരം അസിതാംബുധകളേബരം സിതപങ്കജചാരുനയനം രഘുവരം ക്ഷിതിനന്ദനാവരം പ്രണതോസ്മ്യഹം രാമം ജലപാത്രൗഘസ്ഥിതരവിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മാനന്ദം അദ്വയം അവ്യയം ഏകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭൂരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥശതകോടിസുന്ദരകളേബരം ജന്മനാശാദിഹീനം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ട് രാമചന്ദ്രനും പ്രസന്നനായി പത്രേന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി, അസ്തുക്തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണു, പരമിസ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന്നു വന്നിടും മത്സാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെപ്പോലെ മത്പരായണനായാൽ ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ച് തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചു തേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഇവിടെ ജടായുവിനെ കാണുന്ന രംഗമാണ്. അതിനു മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചു കൊള്ളട്ടെ. സീതയെ രാവണൻ കൊണ്ടുപോയി എന്ന് ലക്ഷ്മണൻ വിശ്വസിക്കുമ്പോഴും ശ്രീരാമൻ അറിയാം അത് മായാസീതയാണ്. പണ്ടുകാലത്ത് എൻ്റെ നാട്ടിൽ തലയിൽ മാളോട്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജന പാടാൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് എനിക്കുണ്ടായൊരു സംശയത്തിൻ്റെ നിവൃത്തി തന്നത് രാമായണമാണ്. അന്ന് ഭജന പാടിക്കൊണ്ടിരുന്ന ഭജനപ്പാട്ടുകാരൻ പാടും, മായാസീതയെ തേടി വാനരഗണം കൂടി പോയൊരു ഹനുമാൻ താൻ സ്വാമിക്ക് ജയ് എന്ന് പാടും. അതിൽ ഈ മായാസീത എന്ന പദം അന്നേ എന്നെ ആകർഷിച്ചിരുന്നു. 5ാം ക്ലാസ്സുകാരനായ കുട്ടിയുടെ ഉള്ളിൽ തന്നെ ആ പദം വല്ലാതെ അങ്ങ് ഇറങ്ങിച്ചെന്നിരുന്നു. ഞാൻ അന്നു മുതൽ അന്വേഷിക്കാൻ തുടങ്ങി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. അപ്പോഴാണ് മനസ്സിലായത് രാമായണത്തിൻ്റെ അകവിധാനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും മായാസീതയെയാണ് രാവണൻ കൊണ്ടുപോയത്. രാക്ഷസന് മായയെ അപഹരിക്കാനേ പറ്റൂ, ലക്ഷ്മിയെ അപഹരിക്കാൻ പറ്റുകയില്ല. ലക്ഷ്മി എപ്പോഴും ചേരുന്നത് വിഷ്ണുവിനോടൊപ്പമേ ആകൂ. വന്യയിൽ അഗ്നിയിൽ മറഞ്ഞിരിക്കാൻ സീതയോട് പറഞ്ഞിട്ടാണ് രാമൻ പോവുക. അഗ്നിയിൽ മറഞ്ഞിരിക്കുന്ന സീത അല്ല സത്യം എന്നറിഞ്ഞാൽ, അഗ്നിയിൽ മറഞ്ഞിരിക്കുന്ന സീതയാണ് സത്യമെന്നും രാവണൻ കൊണ്ടുപോയ സീത അല്ല സത്യമെന്ന് പറഞ്ഞാൽ
ലക്ഷ്മണനടക്കം പിന്നെ ആരും സീതാന്വേഷണത്തിന് പുറപ്പെടുകയില്ല. ലക്ഷ്മണന്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും ദുഃഖമുള്ളവനായി അഭിനയിക്കാനാണ് ശ്രീരാമൻ ആദ്യമായി ശ്രമിക്കുന്നത്. എന്നിട്ട് എല്ലാവരോടും വിളിച്ച് ചോദിക്കുന്നുണ്ട്, എന്താണ്, പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളെ ഉണ്ടോ കണ്ടു എൻ്റെ സീതയെ, വൃക്ഷങ്ങളെ നിങ്ങളെ ഉണ്ടോ കണ്ടു, നദികളെ വനങ്ങളെ നിങ്ങളെ ഉണ്ടോ കണ്ടു എന്നൊക്കെ ചോദിച്ച് കരയുന്നുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ വിലപിക്കുന്നുണ്ട്, വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, ഓരോന്നോർത്തോർത്ത് പറയുന്നുണ്ട്. ഇതൊന്നും തൻ്റെ മനസ്സിൽ തട്ടിയല്ലെന്ന് രാമൻ അറിയാം. കാരണം രാമന് നിശ്ചയദാർഢ്യമുണ്ട്, സീതയെ ആരാലും അപഹരിക്കാൻ കഴിയുകയില്ല എന്ന്. പക്ഷെ രാവണവധം കഴിയണമെങ്കിൽ ഇങ്ങനെ അഭിനയിച്ചേ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹത്തിന് അറിയാം. രണ്ട് തരം ജീവിതമുണ്ട് രാമന്. ഒന്ന് യോഗാത്മക ജീവിതവും മറ്റൊന്ന് ഭോഗാത്മക ജീവിതവും. ഈ ലൗകികാത്മകമായ ഭോഗാത്മകമായ ജീവിതത്തിൽ നിന്നാണ് ഈ കരച്ചിലുണ്ടാകുന്നത്. ആഗ്രഹങ്ങളാണ് നാശത്തിൻ്റെ ഹേതു എന്നാണല്ലോ ശ്രീബുദ്ധൻ പറയുന്നത്. ഡിസയർ ഈസ് ദ കാസ് ഓഫ് മിസറി എന്നാണ്. ആഗ്രഹങ്ങൾ നാശത്തിന് ഹേതുവായി വരും എന്നാണ്. എന്നാൽ ശ്രീരാമൻ്റെ യഥാർത്ഥ തത്വമാകട്ടെ യാതൊന്നിനോടും ആഗ്രഹമില്ലാത്ത നിർഗുണൻ, നിരാധാരൻ, നിരഹങ്കാരമൂർത്തി ഭഗവാൻ നാരായണൻ എന്നാണ് എഴുത്തച്ഛൻ്റെ സ്തുതി. അത്തരത്തിലുള്ള രാമൻ ലക്ഷ്മണനെയും കൂട്ടി ദുഃഖഭാവം നടിച്ചിങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഒരു തേര് തകർന്നു കിടക്കുന്നത് കാണുന്നു. അപ്പോൾ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഒരു അസുരൻ മറ്റൊരു അസുരനുമായി ഏറ്റ്, സീതയെ കൊണ്ടുപോയ അസുരനും മറ്റൊരു അസുരനുമായി, രാക്ഷസനുമായി ഏറ്റ് യുദ്ധം ചെയ്തതിൻ്റെ ഒടുവിൽ ഒരുത്തൻ മറ്റവനെയും കൊന്ന് സീതയെയും ഭക്ഷിച്ച് തേര് പൊടിപെടുത്തിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ കുറച്ചു വരെ കൂടെ ചെല്ലുമ്പോൾ മറ്റൊരു ഭീമാകാര രൂപിയെ കാണുന്നു. അപ്പോൾ രാമൻ വേറൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. സീതയെ തിന്ന് തൃപ്തനായി കിടക്കുന്ന രാക്ഷസനായിരിക്കും, നീ ഒരു വില്ലും ശരവും എടുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ആ സത്വത്തിൽ നിന്നൊരു നിലവിളി ഉയരുകയും, എന്നെ കൊല്ലരുതേ, ഞാൻ അങ്ങയുടെ അഭ്യുദയകാംക്ഷിയാണ്, അങ്ങയുടെ അച്ഛൻ ദശരഥൻ്റെ ആത്മസുഹൃത്തായ ജടായുവാണ് ഞാൻ എന്ന് പറയുകയും വില്ലും ശരവും താഴ്ത്തി വച്ചതിന് ശേഷം അടുത്ത് ചെന്ന് സംസാരിക്കുകയും, രാവണൻ സീതയെയും കൊണ്ട് പോകുന്ന വഴിയിൽ ഞാൻ തടുത്തു തോൽപ്പിക്കാൻ നിന്നു, ഞാൻ ചിറക് വിരിച്ച് തടഞ്ഞപ്പോൾ എൻ്റെ ചിറക് അരിഞ്ഞിട്ടിട്ട് കൊണ്ടുപോവുകയായിരുന്നു, ദക്ഷിണ ദിക്കിലാണ് കൊണ്ടുപോയത്, തുടർന്ന് പറയാൻ എനിക്ക് ശബ്ദം അനുവദിക്കുന്നില്ല, ഞാനിപ്പോൾ മരിച്ചു പോകും, അങ്ങയെ കണ്ടിട്ടേ ഞാൻ മരിക്കൂ എന്ന് ഇന്ദിരാദേവിയായ സീതയുടെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കിടക്കുന്നത് എന്ന് ജടായു പറയുകയും, അങ്ങനെ പതിയെ 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 ജടായു മരണത്തിലേക്ക് വീഴുകയും, തൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ തൻ്റെ അച്ഛൻ്റെ സമം തന്നെ എന്ന പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടി, വാത്സല്യ ആദരം കലർന്ന മനസ്സോടുകൂടി രാമൻ ലക്ഷ്മണനോട് ചിത കൂട്ടാൻ ആവശ്യപ്പെടുകയും ശ്രീരാമൻ തന്നെ കുളിച്ച് ശുദ്ധമായി വന്ന് ഒരു പക്ഷിക്ക് ബലിയിടുന്ന നാരായണസ്വാമിയെയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. എന്നുവെച്ചാൽ ഈശ്വരന് തരതമഭേദമില്ല. പക്ഷിയെന്നോ മൃഗമെന്നോ മനുഷ്യനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇത് രണ്ടും കൂടിച്ചേർന്നതെന്നോ യാതൊരു ഭേദവും ഈശ്വരനെ സംബന്ധിച്ചില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ബലിയിടുന്നു, ബലിയിട്ട് വിഷ്ണുപാദത്തിലേക്ക് ആ ആത്മാവിനെ ചേർക്കുന്ന സന്ദർഭത്തിൽ ആകാശത്ത് നിന്ന് ദേവകളോടൊപ്പം തന്നെ ജടായു ശ്രീരാമനെ സ്തുതിക്കുന്നൊരു ഭാഗമുണ്ട്. ശ്രീരാമൻ്റെ സർവതലസ്പർശിയായ സർവാകർഷണോന്മുഖമായ വ്യക്തിത്വത്തെയും ദാർശനിക പ്രഭാവത്തെയും ആധ്യാത്മിക ഔന്നത്യത്തെയും ജടായു സ്തുതിക്കുന്നുണ്ട്. എന്നിട്ട് പറയും എഴുത്തച്ഛൻ, ഈ സ്തുതി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ഉരുവിടുകയും എഴുതുകയും ചെയ്യുന്ന എല്ലാവർക്കും മുക്തി സിദ്ധിക്കും. കാരണം തികഞ്ഞ ഭക്തിയുള്ള ഒരു ഹൃദയത്തിൽ നിന്നാണ് ശ്രീരാമചന്ദ്രനെക്കുറിച്ചുള്ള ഈ സ്തുതികൾ ഇങ്ങനെ പ്രവഹിച്ചത്. നിർവ്യാജ ഭക്തിയോടുകൂടി ഒരു ഭക്തൻ ഭഗവാനെ സ്തുതിക്കുന്നത് എപ്രകാരമാണോ അത് അത്രയും ഹൃദയവിശുദ്ധിയോടുകൂടി കേൾക്കുന്ന ആളുകൾക്കും ആ പുണ്യം സിദ്ധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ജടായു സ്തുതി. കാരണം ജടായു മരണത്തിന് തൊട്ട് മുമ്പ് വരെയും മഹാവിഷ്ണുവിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. മരണത്തിന് തൊട്ട് മുമ്പ് ഏതാനും മാത്രകൾക്ക് മുമ്പിലും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ മുഖം കണ്ട് ആനന്ദനിമഗ്നനായിട്ടാണ് മരിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ജടായുവിനെ കണ്ട്
ശ്രീരാമൻ്റെ കണ്ണുകളിൽ ദുഃഖം കൊണ്ടുള്ള കണ്ണീര് നിറഞ്ഞു എന്നാണ് എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത്. ദുഃഖാശ്രു പരിപ്പുളത നേത്രനായാണ് എന്നാണ്. ഒരു ഭക്തൻ്റെ നിര്യാണം കണ്ട് മിഴിനീരൊഴുക്കുന്ന ഭഗവാന്റെ ദൃശ്യം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സാഹിത്യത്തിൽ അധികം ഉണ്ടായിരിക്കില്ല. അത്ര കണ്ട് തൻ്റെ ഭക്തനെ ഹൃദയം കൊണ്ട് ഇഷ്ടപ്പെടുന്ന, ആദരവുള്ള സ്നേഹവും ആദരവുള്ള വാത്സല്യവും ഭക്തനോട് പ്രകടിപ്പിക്കുന്ന ഒരു ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. ഈ ദൃശ്യം രാമായണത്തിലെ ഏറ്റവും ഗംഭീരവും സുന്ദരവുമായൊരു ദൃശ്യമാണ്. ഇതിലൂടെ രാമായണം വായിക്കുന്ന, രാമായണത്തെ അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭഗവാന് യാതൊരു വിധമായ ഭേദബുദ്ധിയുമില്ല. എല്ലാവരെയും ഒരുപോലെ കാണുന്നവനാണ് ഭഗവാൻ. അതാണ് എൻ്റെ ഏറ്റവും വലിയ സത്യം. അത്തരത്തിൽ നോക്കുമ്പോൾ അധ്യാത്മരാമായണത്തിലെ ഏറ്റവും തിളക്കമുള്ള ഒരു ഉപഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ഉപശീർഷകമാണ് ജടായുസ്തുതി. ജടായുസ്തുതി വായിക്കുകയും കേൾക്കുകയും എഴുതി വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് മുക്തിപ്രദമാണ് എന്ന് പറയാൻ കാരണം, ആവർത്തിച്ചാവർത്തിച്ച് ഒരു മന്ത്രം ജപിക്കുമ്പോൾ അത് വല്ലാത്ത ആന്തരിക ശക്തിയെ പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അത്തരത്തിലൊരു ആന്തരിക ശക്തി, ഒരു വചനബലം നിങ്ങൾ ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.